വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഏവർക്കും ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കിയ ഇതിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, കായംകുളത്തു നിന്നുള്ള അംബിക ശശിധരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് സംബന്ധമായ പ്രയാസത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുക്കണമേ. എല്ലാ കടബാധ്യതകളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള സൈമണും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ സഹോദരൻ്റെ ഇരട്ട പിറന്ന കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ നാളെയാണല്ലോ കർത്താവെ. ഞങ്ങൾ ചേർന്ന് കർത്താവ് ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സൈമണിന് വേണ്ടി പ്രാർത്ഥിക്കും. തനിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള ഏബ്രഹാം വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തികമായ കടബാധ്യതകളിൽ നിന്ന് വിടുവിക്കണമേ. വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലത്ത് നിന്നുള്ള ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റ് സ്വന്തമായി വാങ്ങുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെങ്ങന്നൂർ സെപ്റ്റംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഗിരിദീപം ഓഡിറ്റോറിയം, MC റോഡ്, ചെങ്ങന്നൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട സെപ്റ്റംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. First, Jesus and His Holy Spirit should come into our spirit, into our heart and change us so that everything in the outside will also change. ആദ്യമായി നടക്കേണ്ടത് യേശുവും തന്റെ പരിശുദ്ധാത്മാവും വന്ന് നമ്മുടെ അകത്ത്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വന്ന് ഒരു രൂപാന്തരം വരുത്തും. അതിനുശേഷം നമ്മുടെ പുറത്തുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും അതിനുശേഷം പതിയെ അത് മാറിക്കൊള്ളും. Hallelujah. Hallelujah. So everything starts from here. എല്ലാം നടക്കുന്നത് നമ്മുടെ അകത്താണ്. Put your right hand on your chest, നിങ്ങളുടെ on the heart. നിങ്ങളുടെ വലത് കരം നിങ്ങളുടെ നെഞ്ചിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് എടുത്തു വെച്ചാലും. And everybody say everything starts from here. എല്ലാവരും പറഞ്ഞാലും എല്ലാം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. പറഞ്ഞേ, എല്ലാം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. When Jesus comes here, everything starts from there. യേശു കർത്താവ് വരുമ്പോൾ എല്ലാം ആരംഭിക്കുകയാണ്. Hallelujah. Hallelujah. The Holy Spirit tells me very clearly that number 1,
many of you sitting here, you have seen a lot of failures in your life. പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരെ പറ്റി വളരെ വ്യക്തമായി എന്നോട് പറയുന്നത്, നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ കണ്ടവരാണ്. How many of you can say, I have seen failures in my life? Can I see your hands? നിങ്ങളിൽ എത്ര പേർ അങ്ങനെ പറയും, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ ഞാൻ അനുഭവിച്ച വ്യക്തിയാണെന്ന് പറയുന്ന വ്യക്തികളുണ്ടെങ്കിൽ കൈ ഉയർത്തി കാണിക്കാമോ? Put your hands down. നിങ്ങളുടെ കരങ്ങൾ താഴെയിട്ടാൽ. Life may be a total failure, no problem. എൻ്റെ ജീവിതം ഒരു പൂർണ്ണ പരാജയമായിരിക്കാം, പക്ഷെ ഒരു പ്രശ്നവുമില്ല. But when Jesus steps into your life, he will give you a banner of victory. യേശു കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ യേശു കർത്താവ് നിനക്ക് ഒരു ജയത്തിന്റെ കൊടി തരികയാണ്. From the moment you receive Jesus into your life, you will have a banner in your hands, a banner of victory and triumph. നിങ്ങൾ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ താൻ യേശു കർത്താവ് ഒരു കൊടി തരികയാണ്. ആ കൊടിയുടെ പേര് ജയത്തിന്റെ കൊടിയാണ്. ആ കൊടിയുമായിട്ടാണ് നിങ്ങൾ പിന്നീട് ജീവിക്കാൻ പോകുന്നത്. Hallelujah. ഹല്ലേലൂയ. What about all the failures? അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പരാജയങ്ങളെ പറ്റി എന്താണ് നമുക്ക് പറയാനുള്ളത്? About your failures, you will forget because you have the victory from Jesus in your life. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ എല്ലാം നിങ്ങൾ മറക്കാൻ പോവുകയാണ്. കാരണം യേശു തരുന്ന വിജയം നിങ്ങളുടെ കൈകളിൽ ഇരിക്കുകയാണ്. Some people say, brother, I'm a failure as a wife. പല ആളുകളും പറയാറുണ്ട്, ബ്രദറെ, ഞാനൊരു ഭാര്യ എന്ന നിലയിൽ ഒരു പരാജയമാണ്. Some others say, I'm a failure as a mother. പലരും പറയാറുണ്ട്, ഒരു അമ്മ എന്ന നിലയിൽ ഞാനൊരു പരാജയമാണ്. As a father, as a husband, as a businessman, as a worker, I'm a failure. ഒരു അച്ഛൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഞാൻ വളരെ പരാജയമാണ്. Even when I was studying in my school, I was a failure, brother. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാനൊരു പരാജയമാണ്. Jesus is not going through your history to love you. Jesus loves you because he gave his life blood for us. യേശു കർത്താവ് നിന്റെ പഴയ ജീവിതത്തെ നോക്കി, നിന്റെ ചരിത്രത്തെ നോക്കി വിലയിരുത്തിയതിന് ശേഷം നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ല. യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് തൻ്റെ സ്വന്തം ചങ്കിലെ ചോര തന്ന് നിനക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ് യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത്. Jesus loves us not because of our holiness or righteousness. യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ വിശുദ്ധിയോ നമ്മുടെ അങ്ങനെയുള്ള നല്ല ജീവിതം കൊണ്ടല്ല. The Bible says even when we were sinners, he loved us. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ യേശു ദൈവം നമ്മളെ സ്നേഹിച്ചിരുന്നു. Sometimes when we see a criminal or a thief or a bad person, we cannot love that person. ചില സമയത്ത് നമ്മൾ ഒരു കുറ്റവാളിയെ, ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോ, ഒരു മോശം വ്യക്തിയെ കണ്ടാൽ നമുക്ക് അവരെ സ്നേഹിക്കുവാൻ കഴിയില്ല. Sometimes when criminals are caught and brought to the court, even the public will start pelting stone at that person. ചില സമയത്ത് ചില കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് കോടതിയിൽ എത്തുമ്പോൾ ആ സമയത്ത് ആളുകൾ, ജനക്കൂട്ടം വന്ന് കല്ലുകൾ എടുത്ത് അവരെ എറിയാറുണ്ട്. They will get the strongest, tightest police protection. അങ്ങനെയുള്ള കുറ്റവാളികൾക്ക് ഏറ്റവും വലിയ പോലീസിന്റെ സംരക്ഷണം ലഭിക്കാറുണ്ട്. Why? Because all the people hate that person. കാരണം എല്ലാ ജനവും ആ വ്യക്തിയെ വെറുക്കുകയാണ്. But even that criminal, Jesus loves. എന്നാൽ ആ ക്രിമിനലിനെ പോലും, ആ കുറ്റവാളിയെ പോലും യേശു സ്നേഹിക്കുകയാണ്. You know that, brother? എങ്ങനെയാണ് ബ്രദറെ നിങ്ങൾ അത് മനസ്സിലാക്കുന്നത്? Maybe when Jesus was hanging on the cross to die for us for the remission of our sins. യേശു കർത്താവ്, നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. When he was hanging on the cross, യേശു കർത്താവ് ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് there were two other thieves, criminals who were crucified along with Jesus on both the sides. യേശു കർത്താവിനെ ക്രൂശിച്ച ആ സമയത്ത് രണ്ട് കുറ്റവാളികൾ കൂടെ ആ യേശുവിനെ രണ്ട് ഇടതും വലതും ഭാഗത്ത് ക്രൂശിച്ചിരുന്നു. Do you know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? Both of them criticized Jesus and denied Jesus in the beginning. അവർ രണ്ടുപേരും ആരംഭ സമയത്ത് യേശുവുമായി സംസാരിച്ച ആ തുടക്ക സമയത്ത് യേശുവിനെ വിമർശിക്കുകയും യേശുവിനെ കുറ്റം ആരോപിക്കുകയും ചെയ്തു. But one repented.
എന്നാൽ ഒരു വ്യക്തി അവിടെ മാനസാന്തരപ്പെടുകയാണ്. And he said, Jesus, when you come back, when you receive the kingdom, remember me too. അദ്ദേഹം പറഞ്ഞു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. He repented of his sins. അദ്ദേഹം തന്റെ പാപത്തെ ഓർത്ത് Remember, all of his life he had committed a lot of sins. അന്ന് ഓർക്കുക, അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ ഒത്തിരി പാപങ്ങൾ ചെയ്ത വ്യക്തിയാണ്. The last moment, everybody say last moment. എല്ലാവരും പറഞ്ഞാലും അവസാനത്തെ നിമിഷം. Okay. അവസാനത്തെ നിമിഷം. പറഞ്ഞേ. അവസാനത്തെ നിമിഷം. Even at the last moment, Jesus can save your life. നിന്റെ അവസാനത്തെ നിമിഷത്തിൽ പോലും യേശുവിനെ നിന്നെ രക്ഷിക്കുവാൻ കഴിയും. I want to say it again. Even you may think that this is the last moment in my life. Even from that last moment, Jesus can save your life. നിങ്ങൾ ഒരു പക്ഷെ പറയുകയാണ്, ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിമിഷമാണ്. നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ പോലും ആ സമയത്ത് കൂടെ നിങ്ങളെ രക്ഷിക്കുവാൻ യേശു കർത്താവിന് കഴിവുണ്ട്. I tried everything, but everything failed. But Jesus says, even at the last moment, I can save you because I am the savior of the world. നിങ്ങൾ പറയാറുണ്ട്, ബ്രദറെ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം പരാജയപ്പെട്ടു. യേശു കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിന്റെ ആ അവസാനത്തെ സമയത്ത് കൂടി യേശുവിനെ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. കാരണം യേശു കർത്താവാണ് ലോകത്തിന്റെ രക്ഷകൻ. He is the savior. യേശു കർത്താവാണ് രക്ഷകൻ. Hallelujah. Hallelujah. This criminal said, remember me. And Jesus said, today you will be with me in paradise. ഈ കുറ്റവാളി പറയുകയാണ്, എന്നെയും അങ്ങ് ഓർത്തുകൊള്ളണം. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. You may be in the most hopeless situation in your life, but Jesus can still save you. നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സമയത്തിലൂടെ നീ കടന്നു പോവുകയായിരിക്കാം. പക്ഷേ ആ സന്ദർഭത്തിൽ കൂടെ യേശുവിനെ നിന്നെ രക്ഷിക്കുവാൻ കഴിയും. One more thing the Holy Spirit told me. പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞത്, there are many people sitting here, you have lost all your dreams. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. Once you had a lot of dreams, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു, desires, ഒത്തിരി ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നു. because of the series of blows, series of tragedies, series of calamities, troubles that you have faced, you have come to a conclusion that none of your dreams will fulfill. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കേറ്റ തിരിച്ചടികൾ നിമിത്തം, പരാജയങ്ങൾ നിമിത്തം, തോൽവികൾ നിമിത്തം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, എൻ്റെ ആ സ്വപ്നങ്ങൾ ഒന്നും എൻ്റെ ജീവിതത്തിൽ അത് പൂവണിയാൻ പോകുന്നില്ല. But the Holy Spirit says, പരിശുദ്ധാത്മാവ് പറയുകയാണ്, right now the Holy Spirit is speaking to you. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുകയാണ്. The Holy Spirit says all the dreams that you had once in your life is going to come back into your life because Jesus has stepped into your life. He can cause all the dreams to be fulfilled. പരിശുദ്ധാത്മാവ് നിങ്ങളോട്, അങ്ങനെയുള്ള വ്യക്തികളോട് പറയുകയാണ്, നിനക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോയ നിന്റെ ആ പഴയ സ്വപ്നങ്ങൾ അതെല്ലാം നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. കാരണം യേശു കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. The picture the Holy Spirit is bringing to me is this: a flower at the evening time, it folded like this, it faded like this, but next morning when the sun rises, it is coming up and it is opening like this. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തരുന്ന ഒരു ദൃശ്യം ഇപ്രകാരമാണ്. ഒരു പൂവ് അത് വൈകുന്നേരമാകുന്ന സമയത്ത്, വിടർന്നിരിക്കുന്ന പൂവ് വൈകുന്നേരമാകുമ്പോൾ അത് കൂമ്പി വാടുന്നത് ഒരു പോലെയും, എന്നാൽ രാവിലെ പ്രകാശം വരുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ അത് വീണ്ടും അത് വിടരുന്നത് പോലെയുമുള്ള ഒരു ചിത്രം എൻ്റെ ഉള്ളിൽ തരികയാണ്. Hallelujah. ഹല്ലേലൂയ. This is going to happen to you. അങ്ങനെയുള്ള കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കാൻ The Holy പോകുന്നു. Spirit says, I'm going to make everything new in your life. പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ സകലതിനെയും ഞാൻ പുതിയതാക്കി മാറ്റാൻ പോവുകയാണ്. Everything is going to become new in your life. നിന്റെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളും അത് പുതുതായി മാറാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. How many of you want that change in your life? നിങ്ങൾ എത്ര പേർക്ക് അതുപോലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? Hallelujah. ഹല്ലേലൂയ. Many years back, when I received Jesus into my life, this is what happened to me. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. Everything came back, all the dreams came back, everything came back when Jesus came.
യേശു കർത്താവ് വന്നപ്പോൾ എൻ്റെ എല്ലാം തിരികെ വന്നു. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അത് എന്നിലേക്ക് തിരിച്ചു വന്നു. Hallelujah. ഹല്ലേലൂയ. And He wants to do the same thing for you. അത് തന്നെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. One more promise the Lord is giving you is that once you get changed, you will become an agent of change to all others around you. ഒരു കാര്യം കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം ഇതാണ്: നിങ്ങൾ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് മാറ്റം വരത്തക്ക രീതിയിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കത്തക്ക രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി ഒരു അനുഗ്രഹമാക്കി കർത്താവ് നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. Because of you, so many others will be blessed. നിങ്ങൾ നിമിത്തം ഒത്തിരി ആളുകൾ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. So many families will be blessed. ഒത്തിരി കുടുംബങ്ങൾ അനുഗ്രഹത്തിലേക്ക് വരാൻ പോവുകയാണ്. Jesus is going to use you mightily in His hands. കാരണം യേശു കർത്താവ് തൻ്റെ കരങ്ങളിൽ നിങ്ങളെ അതിശക്തമായി ഉപയോഗിക്കാൻ പോകും. സഹോദരന് ഏകദേശം 10 വർഷങ്ങൾ കൊണ്ട് തനിക്ക് കടുത്ത ശ്വാസമുട്ടുണ്ട്. ശ്വാസമുട്ട് അത് പ്രത്യേകിച്ച് തണുപ്പ് സമയങ്ങളിലാണ് അത് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നത്. ഈ നാട്ടുകാരാണോ? ഈ നാട്ടുകാർ എറണാകുളം. നിങ്ങൾ എറണാകുളംകാരാണോ? ഇവിടെ എങ്ങനെ വന്നു? ജോലി സംബന്ധമായി ഓക്കെ വന്നു. അത് പ്രത്യേകിച്ച് ഈ സഹോദരന് ബാംഗ്ലൂരായിരുന്നു ജോലി. അതുകൊണ്ട് അവിടുത്തെയും തണുപ്പിൻ്റെ ആ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് തണുപ്പ് അതുപോലെ പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശ്വാസമുട്ടാണ്, ഭയങ്കരമായിട്ട് തുമ്മാൻ തുടങ്ങും. അതുമാത്രമല്ല തനിക്കത് ക്രമേണ വർദ്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് അത് കഠിനമായി. അതായത് തനിക്ക് രാത്രികളിൽ വെളുപ്പിന് 3 മണി 4 മണി വരെ തനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അത്ര ശ്വാസതടസ്സവും നെഞ്ചുവേദനയും തനിങ്ങനെ ചുമച്ചുകൊണ്ടേ തുമ്മിക്കൊണ്ടേയിരിക്കും. ഇപ്പം തൻ്റെ മക്കൾക്കും എല്ലാം, ഇവർക്ക് 3 കുട്ടികളുണ്ട്. അതിൽ ആദ്യത്തെ 2 കുട്ടികൾ, ആ 2 കുട്ടികളും ഈ പിതാവിന് ഇങ്ങനെ വരുമ്പോൾ അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. വെളുപ്പിന് വരെ 11 വയസ്സ് മൂത്തയാൾക്ക്, രണ്ടാമത്തെ ആൾക്ക് 9 വയസ്സ്. ഓക്കെ, അവർക്കും കൂടി വിഷമമാണ്. അവർക്ക് ഭയങ്കര വിഷമമാണ് ഇങ്ങനെ ഒരു അസുഖം ഉള്ളതുകൊണ്ട്. ഈ സഹോദരൻ അങ്ങനെ തന്നെ 6 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ബ്ലെസ്സിങ് സെന്ററിൽ ഒരിക്കൽ, ബത്തേരി ബ്ലെസ്സിങ് സെന്ററിൽ ചെന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനിടയിൽ 10 വർഷത്തിനിടയിൽ ഹോമിയോ, അലോപ്പതി, ആയുർവേദം, പിന്നെ കുറേ നാടൻ മരുന്നുകൾ, ഇവിടെയൊക്കെ ലഭ്യമായിട്ടുള്ള പല നാടൻ മരുന്നുകളൊക്കെ ചെയ്തു. കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ശമനം വരുന്നതല്ലാതെ അതൊരിക്കലും തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. എന്നാൽ താൻ പറയുന്നത് 6 മാസങ്ങൾക്ക് മുമ്പ് താൻ അവിടെ ബത്തേരി ബ്ലെസ്സിങ് സെന്ററിൽ വന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ ശുശ്രൂഷൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് അതിനുശേഷം തനിക്ക് ആ ശ്വാസതടസ്സവും അതുപോലെ ബന്ധപ്പെട്ട അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറയുന്ന ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കഠിനമാകുന്ന മാസങ്ങളാണ് മെയ് ജൂൺ മാസം. പക്ഷേ ഈ 2 മാസങ്ങളിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കർത്താവ് പരിപൂർണമായിട്ടും അതിൽ നിന്ന് സൗഖ്യമാക്കി എന്നാണ് സഹോദരൻ പറയുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഒന്നാമത്തെ സാക്ഷി. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ സഹോദരന് ബാംഗ്ലൂരായിരുന്നു ജോലി. അപ്പം ബാംഗ്ലൂർ ഫാമിലി ആയിട്ട് അവിടെ താമസിക്കാനുള്ള രീതിയിൽ കമ്പനിക്ക് സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ 2 പേരും 2 സ്ഥലത്തായിരുന്നുകൊണ്ട് ഇവിടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരുമിച്ച് നിൽക്കാവുന്നത് പോലെ ഒരു ജോലി വേണമെന്ന് ഒത്തിരി നാളുകൊണ്ട് ഇവരുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവർ പല ജോലികളെല്ലാം നോക്കിയിട്ടും ഇവരുടെ ബാംഗ്ലൂർ ഉള്ളതുപോലത്തെ നല്ലൊരു ജോലി, നല്ല സാലറി ഉള്ളൊരു ജോലി ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. ഒരിക്കൽ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബത്തേരി ബ്ലെസ്സിങ് സെൻറ്റർ ഓവർസിയർ ആയിരിക്കുന്ന ജോർജ് ബ്രദർ അവിടെയുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കുറച്ച് നാൾ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം, കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഇവർ ഏകദേശം കുറച്ച്, അദ്ദേഹം പറഞ്ഞ അത്രയും മാസങ്ങൾ ഇവർ വെയിറ്റ് ചെയ്തു. ആ പറഞ്ഞ സമയമായപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഒരു ഭയങ്കര നല്ല ജോലി ഈ മാനന്തവാടിയിൽ തനിക്ക് കിട്ടി. ഇവിടെ തന്നെ കിട്ടി, മാനന്തവാടിയിൽ കിട്ടി. അദ്ദേഹം പറയുന്നത്, അതായത് ഒരു വലിയൊരു നല്ലൊരു കമ്പനിയുടെ ഫാക്ടറിയുടെ മാനേജറായിട്ട് തനിക്ക് പോസ്റ്റ് കിട്ടി. ഇവിടെ തന്നെ കിട്ടി, നാട്ടിൽ തന്നെ കിട്ടി. നല്ല വരുമാനമുള്ള നല്ലൊരു ജോലി കിട്ടി. അത് മാത്രമല്ല, താൻ അവിടെ ചെന്നതിന് ശേഷം തൻ്റെ കമ്പനിക്കും അനുഗ്രഹങ്ങളുണ്ടായി. താൻ പറയുന്നത് ഈ വർഷത്തെ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ, വയനാടിലെ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് ആ സ്ഥാപനത്തിന് കിട്ടി താൻ ചെന്നതിന് ശേഷം. ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ടവർ എവിടെ ചെന്നാലും അനുഗ്രഹം ഉണ്ടാവും. 2 സാക്ഷ്യങ്ങളായി. മൂന്നാമത്തെ സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നതാണ്, മൂന്നാമത്തെ സാക്ഷ്യമാണ് അവരുടെ കൈകളിലിരിക്കുന്ന സഹോദരിയുടെ കയ്യിൽ. ഇവർക്ക് ആൺകുട്ടി വേണം എന്നൊക്കെ ഇവർക്കൊരു ആഗ്രഹം വർദ്ധിച്ചപ്പോൾ ഇദ്ദേഹം ഒറ്റപ്പെട്ടു പോകാതിരിക്കും. അദ്ദേഹം അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ആ സമയത്ത് ഈ സഹോദരിക്ക് തൈറോയ്ഡ് ഉണ്ട്. ചില വർഷങ്ങളായിട്ട് വളരെ കടുത്ത രീതിയിൽ ഈ സഹോദരി പറയുന്ന ഏകദേശം ഒരു നോർമൽ ഒരു 6 എന്ന് പറയുന്ന ഒരു കൗണ്ട് വരെയാണ് നോർമൽ തൈറോയിഡിന്റെ അളവ്. ഈ സഹോദരിക്ക് അത് 400-ലധികമായിരുന്നു.
400-ായിട്ട് അത്രയും ഭയങ്കര അന്തരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ആ ശാരീരിക പ്രശ്നങ്ങൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളൊരു കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല. അതുമാത്രമല്ല, കുഞ്ഞിന് വൈകല്യങ്ങളുണ്ടാകും, കുറേ അധികം പ്രശ്നങ്ങളും കോംപ്ലിക്കേഷനും. സഹോദരിക്ക് 34 വയസ്സായി. അപ്പോൾ കുറേ അധികം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. എന്നാൽ ഇവര് കഴിഞ്ഞ വർഷം ജൂലൈ 11 സുൽത്താൻ ബത്തേരിയിൽ അവർ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്ന് പങ്കെടുത്തു. അന്ന് വന്നിട്ട് ഡാമിൻ ബ്രദറിന്റെ അടുത്ത് വന്നിട്ട് ഇവർ പ്രാർത്ഥിച്ചു. ബ്രദർ പതിവ് പറയുന്നത് പോലെ അവർക്ക് കുട്ടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ബ്രദർ പ്രാർത്ഥിച്ചു. ഈ സഹോദരി ഇവർ പറയുന്നത് പിറ്റേ മാസം തന്നെ ഈ സഹോദരി പ്രഗ്നന്റ് ആയി. പിറ്റേ മാസം 9 വർഷങ്ങൾക്ക് ശേഷം 9 വർഷത്തിന് ശേഷം പിറ്റേ മാസം താൻ പ്രഗ്നന്റ് ആയെന്ന് മാത്രമല്ല, ഇത്രയും കോംപ്ലിക്കേഷൻ കൂടാതെ, തൈറോയിഡിന്റെ കോംപ്ലിക്കേഷൻ കൂടാതെ തന്റെ BP ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അത് മാത്രമല്ല, 5-ാമത്തെ 9-ാം മാസത്തെയും ചെക്ക് ചെയ്തപ്പോൾ, അതായത് തലയിൽ വെള്ളം നിറഞ്ഞിട്ട് തല ഉടല് ചെറുതാകുന്ന ഒരു അവസ്ഥ 5-ാമത്തെ 9-ാം മാസത്തെയും സ്കാനിങ്ങിൽ വളരെ വ്യക്തമായിട്ട് പ്രശ്നമുണ്ട് എന്ന് കണ്ടുവച്ചിരുന്നു. ഇവർ പറയുന്നത് ഏപ്രിൽ 24-ന്, അതായത് ഈ വർഷം ഏപ്രിൽ 24-ന് ബത്തേരിയിലെ ബ്ലെസ്സിങ് സെന്ററിൽ വന്നിട്ട് ഇവർ പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസം ഈ സഹോദരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്, തനിക്ക് ഓപ്പറേഷനായ സിസേറിയൻ എല്ലാം കഴിഞ്ഞു. കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളും ആ കുഞ്ഞിനില്ല. കാരണം ആ 9-ാം, അതിന് കുറച്ച് ആഴ്ച മുൻപ് വരെയുള്ള സ്കാനിങ്ങിൽ പറഞ്ഞ യാതൊരു പ്രശ്നവുമില്ലാതെ അത്ഭുതകരമായി നല്ലൊരു ആൺകുഞ്ഞിനെ കർത്താവ് അവർക്ക് നൽകി. ഈ കുഞ്ഞിന് എല്ലാ കൈയുണ്ടോ, കാലുണ്ടോ, ഹൃദയമുണ്ടോ, ബ്രെയിനുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം നോർമലാണ്. അത് മാത്രമല്ല, കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ്. അനുഗ്രഹം എന്ന് പേര് വിട്ടു. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളും സന്തോഷിക്കും. കാരണം ഒരാഗ്രഹമല്ല, ഒരു ആൺകുഞ്ഞ് വീട്ടിൽ വേണമെന്നുള്ളത്. അത് കർത്താവ് സാധിപ്പിച്ചു. ജോലിയിൽ കർത്താവ് അനുഗ്രഹവും കയറ്റവും കൊടുത്തു. പിന്നെ ശ്വാസതടസ്സം മാറ്റി. ഒരു വീട്ടിൽ എത്ര അത്ഭുതങ്ങൾ! 10 വർഷമായിട്ട് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾക്കായി, അത്ഭുതങ്ങൾക്കായി നന്ദി പറയും. അതോടൊപ്പം കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അകത്ത് വിശ്വാസം വർദ്ധിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാവരും ചേർന്ന് പറയാം, യേശുവിൻ്റെ അത്ഭുതങ്ങളെ ഞാനും സ്വീകരിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെങ്ങന്നൂർ സെപ്റ്റംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഗിരിദീപം ഓഡിറ്റോറിയം, MC റോഡ്, ചെങ്ങന്നൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട സെപ്റ്റംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവ്, ഈ സമയത്ത് നിന്ന് നിൻ്റെ കൈ നീട്ടി ക്യാൻസർ ബാധിച്ച രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. HIV പോസിറ്റീവായ വ്യക്തികൾ പൂർണ്ണമായി അത് മാറി അത് നെഗറ്റീവാകാൻ അങ്ങ് സഹായിക്കണേ. കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ. ലിവർ സിറോസിസ് സൗഖ്യമാകട്ടെ. വിവിധ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അപ്പൻഡിക്സിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഷുഗർ ലെവൽ വല്ലാതെ മൂർച്ഛിച്ചിരിക്കുന്നു ഷുഗർ രോഗികൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഞാനിത് പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പല ചെക്കപ്പ് കഴിഞ്ഞുള്ള റിപ്പോർട്ടുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ കർത്താവ് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്നും, പുകവലിയിൽ നിന്നും, ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. നട്ടലിൻ്റെ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. മാനസിക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ കൊണ്ടുവരുന്ന പൈശാചികമായ പ്രക്രിയകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ എന്താണെങ്കിലും ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക.
കർത്താവെ, ഈ കൈനീട്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഇന്നോ നാളെയോ എന്ന് നടക്കും എന്ന് ഓരോ ദിവസവും കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം അവർക്കായി പ്രവർത്തിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് നാളെ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് തീർച്ചയായും വരണം. ദൈവപ്രസാദം എന്നൊരു പുതിയ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിച്ചു. എൻ്റെ പ്രാർത്ഥനാ ഡയറി തുടങ്ങിയ മറ്റുള്ള പുസ്തകങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. സന്ദേശങ്ങളുടെ CD-കൾ ലഭ്യമാണ്. അതാവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. കൂടാതെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വരുമ്പോൾ നിങ്ങൾക്കത് കരസ്ഥമാക്കാം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണി മുതൽ 12:30 മണി വരെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും നടക്കുന്ന പ്രത്യേകമായ പ്രേയറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അതിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളെ തുടർച്ചയായി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.